ഒരിക്കൽ പച്ചപ്പും ശാന്തതയും നിറഞ്ഞൊരു കൊച്ചു ഗ്രാമത്തിൽ രാമൻ എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. ലൗകികമായ സമ്പാദ്യങ്ങളൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഹൃദയം നിറയെ ഭഗവാനോടുള്ള കലർപ്പില്ലാത്ത ഭക്തിയായിരുന്നു. ദിവസവും കയ്യിലുള്ള ഒരു ചെറിയ പഴവുമായി അദ്ദേഹം അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെത്തും. എന്റെ കണ്ണ, ഇതല്ലാതെ മറ്റൊന്നും തരാൻ ഈ ദരിദ്രന്റെ പക്കലില്ല എന്ന് മന്ത്രിച്ചുകൊണ്ട് ആ പഴം ഭഗവാന് സമർപ്പിക്കും. കാലം കടന്നുപോയി. ഒരു ദിവസം രാമന് കഠിനമായ അസുഖം പിടിപെട്ടു. എഴുന്നേൽക്കാൻ പോലും കഴിയാതെ തന്റെ ചെറിയ കുടിലിൽ അദ്ദേഹം തളർന്നു കിടന്നു. കയ്യിലിരുന്ന പഴം നോക്കി വിറയ്ക്കുന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, ഇന്ന് നിനക്കായി ക്ഷേത്രത്തിൽ വരാൻ എനിക്ക് കഴിയില്ല. നിന്റെ അരികിലെത്താൻ കൊതിയുണ്ട്, പക്ഷേ ഈ ശരീരത്തിന് വയ്യ. എന്നോട് ക്ഷമിക്കണം ഭഗവാനെ. അന്ന് സന്ധ്യാനേരം രാമന്റെ കുടിലിനു മുന്നിൽ മനോഹരമായ ചിരിയോടെ ഒരു ബാലൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ ചോദിച്ചു, അച്ഛാ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരാമോ? രാമൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. താൻ ഭഗവാന് വേണ്ടി കരുതി വെച്ച ഏക പഴം അദ്ദേഹം ആ കുഞ്ഞിന് നീട്ടി. കുഞ്ഞത് സന്തോഷത്തോടെ വാങ്ങി ആ മധുര ചിരിയോടെ തന്നെ അപ്രത്യക്ഷനായി. അടുത്ത ദിവസം പ്രഭാതത്തിൽ ക്ഷേത്രനട തുറന്ന് പൂജാരി അത്ഭുതപ്പെട്ടു. ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ പാതി കഴിച്ച ഒരു പഴമിരിക്കുന്നു. അപ്പോഴാണ് എല്ലാവരും ആ സത്യം തിരിച്ചറിഞ്ഞത്. ഇന്നലെ ആ വൃദ്ധന്റെ കുടിലിൽ വിശന്നു വന്ന ആ ബാലൻ സാക്ഷാൽ ജഗന്നാഥൻ തന്നെയായിരുന്നു. അതെ, നാം അർപ്പിക്കുന്ന വഴിപാടുകളിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലെ സത്യമായ ഭക്തിയിലാണ് ദൈവം വസിക്കുന്നത്. സത്യമായ ഭക്തിയെ ദൈവം ഒരിക്കലും നിരസിക്കില്ല.